ഞാൻ എന്ന മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വികാരം വിശപ്പാണ്. ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാന ആവശ്യവും അതുതന്നെയാണ്. അലങ്കാരങ്ങളുടെ പത്രാസില്ലാതെ മന്ത്രിപദത്തിൻ്റെ അത്യുന്നത ശ്രേണിയിൽ നിൽക്കുമ്പോഴും വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായ അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് തൻ്റെ ഭൂതകാലം ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. വന്ന വഴികളിലെ കാഠിന്യവും വിശപ്പിൻ്റെ വികാരവും ഉള്ളിലൊതുക്കിയാണ് ഈ 37കാരൻ കേരളത്തിൻ്റെ പുതിയ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗിക ചുമതലകളിലേക്ക് കടന്നിരിക്കുന്നത്. യാതൊരുവിധ രാഷ്ട്രീയ ഗോഡ്ഫാദറുമാരുമില്ലാതെ സമരമുഖങ്ങളിൽ ചോര ചീന്തി കടുത്ത ദാരിദ്ര്യത്തോട് സാഹചര്യങ്ങളോടും പൊരുതിയായി ഈ കൊടുങ്ങല്ലൂർ എം.എൽ.എയുടെ ജീവിതകഥ ഒരു അസാധാരണ പോരാട്ടത്തിൻ്റെ നേർചിത്രമാണ്. പോളിടെക്നിക് പഠിക്കുന്ന സമയത്താണ് ജനീഷിൻ്റെ അച്ഛൻ മരണപ്പെടുന്നത്. അതോടെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ആ ചുമലുകളിലായി. പഠനം പൂർത്തിയാക്കാൻ പലവിധ പാർട്ട് ടൈം ജോലികൾക്ക് പോകേണ്ടി വന്നു. 2005 കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്ന രീതി കേരളത്തിൽ അത്ര വ്യാപകമായിരുന്നില്ല. ആദ്യം പെരുമ്പാവൂരിലെ ഒരു ബുക്ക് സ്റ്റോളിൽ വൈകിട്ട് 5 മുതൽ 8:30 വരെ ജോലി ചെയ്തു. പിന്നീട് ഹോം മെയ്ഡ് എന്ന ഫേർണിച്ചർ കമ്പനി പൗഡർ കോട്ടിംഗ് സെക്ഷനിൽ ഹെൽപ്പറായി നിന്നു. അവിടെ വൈകിട്ട് 5 മണിക്ക് ജോലി തുടങ്ങിയാൽ പുലർച്ചെ 3 മണിവരെ നീളുമായിരുന്നു. ഉറക്കമില്ലായ്മ വലിയ പ്രശ്നമായപ്പോൾ അത് വിട്ടു. പിന്നീട് കമ്പ്യൂട്ടർ പരിചയപ്പെടാനായി പെരുമ്പാവൂരിലും ആലുവയിലുമുള്ള ഇൻ്റർനെറ്റ് കഫേകളിൽ തുടർച്ചയായി തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്തു. ഇതിനെല്ലാം പുറമേ തന്നെ ശരിക്കും പറഞ്ഞാൽ രാത്രികാലങ്ങളിൽ സെക്യൂരിറ്റി ജോലിയും നോക്കിയിട്ടുണ്ടായിരുന്നു. താൻ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബൈക്കിൽ പായുമ്പോൾ അമ്മ തൊഴിലുറപ്പ് ജോലി സ്ഥലത്ത് വെയിലത്ത് പണിയെടുക്കുന്നത് കാണുമ്പോൾ വലിയ കുറ്റബോധം തോന്നിയിട്ടുണ്ടെന്ന് ജനീഷ് ഓർക്കുന്നുണ്ട്. ഞാനൊരു സ്ഥിര ജോലിക്ക് പോയിരുന്നെങ്കിൽ അമ്മയ്ക്ക് നേരത്തെ ആ പണി നിർത്താമായിരുന്നുവെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എങ്കിലും 10 വർഷത്തോളം അമ്മ അതിൻ്റെ ഭാഗമായിരുന്നു. ജനീഷ് പറയുന്ന പ്രതിസന്ധികളിൽ തളരാതെ പഠനവും രാഷ്ട്രീയവും മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തെ സഹായിച്ചത് അധ്യാപികയായിരുന്നു. ഷീബ ടീച്ചറായിരുന്നു. എല്ലാ മാസവും ജനീഷിൻ്റെ പോക്കറ്റിൽ സ്നേഹപൂർവ്വം കുറച്ചു പണം വെച്ചു തരുമായിരുന്ന ഷീബ ടീച്ചറുടെ കൈത്താങ്ങാണ് കുടുംബത്തെ ആശ്രയിക്കാതെ പഠനം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കരുത്തായത്. കെൽട്രോണിന് കീഴിലുള്ള എം.എൽ.എ. കൺട്രോൾ ലിമിറ്റഡ് സൂപ്പർവൈസറായി ജോലി ലഭിച്ചെങ്കിലും സ്ഥിരപ്പെടുത്താൻ ഗുജറാത്തിലേക്ക് പോകേണ്ടി വരുമെന്നതിനാൽ രാഷ്ട്രീയത്തോട് താൽപ്പര്യം കാരണം ആ ജോലി വേണ്ടെന്ന് വച്ചു. തൃശൂർ ലോ കോളേജിൽ നടന്ന ഒരു വലിയ സംഘർഷത്തിൽ തലയ്ക്കടിയേറ്റ് ചോരയിൽ കുളിച്ചുകിടന്ന ചരിത്രവുമുണ്ട്. 60-ലധികം രാഷ്ട്രീയ കേസുകളുള്ള ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നാണ് കൊടുങ്ങല്ലൂരിലേക്ക് മത്സരത്തിനിറങ്ങുന്നത്. CPIയുടെ ഉരുക്കുകോട്ടയായ കൊടുങ്ങല്ലൂരിൽ സിറ്റിംഗ് എം.എ. ആയി തന്നെ VR സുനിൽകുമാർ 8308 വോട്ടുകൾ കട്ടിമറിച്ചാണ് ഈ ഉപനേട്ടം നിയമസഭയിലേക്ക് അവിടെ നിന്ന് നേരിട്ട് ക്യാബിനിലേക്കും കടന്നുകയറിയത്.